ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഇത് ന്യൂ നോർമൽ കേരളമെന്ന പ്രഖ്യാപനവുമായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ 2026-27 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. ആശാപ്രവർത്തകർക്ക് വേതന വർധന, നെൽകൃഷി വികസനത്തിന് 150 കോടി. വയനാട് പുനരധിവാസ പദ്ധതി പ്രകാരമുള്ള ആദ്യ ബാച്ച് വീടുകൾ ഫെബ്രുവരി 3-ാം വാരം കൈമാറും. വയോജന സംരക്ഷണത്തിന് എൽഡർലി ബജറ്റ്. റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് ആദ്യ 5 ദിവസം സൗജന്യ ചികിത്സ. വിഴിഞ്ഞത്തിനും അതിവേഗ റെയിൽപാതയ്ക്കും 100 കോടി വീതം. MC റോഡ് വികസനത്തിന് 5317 കോടി. ബിരുദതലം വരെ പഠനം സൗജന്യം. വർക്ക് നിയർ ഹോം പദ്ധതി 200 കേന്ദ്രങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിച്ചു. DA കുടിശ്ശികയുടെ ആദ്യ ഗഡു അടുത്ത മാസം. സർക്കാർ ജീവനക്കാർക്ക് അശ്വേഡ് പെൻഷൻ നടപ്പാക്കും. 2025-26 സാമ്പത്തിക സർവേ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ലോക്സഭയുടെ മേശപ്പുറത്ത് വെച്ചു. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന് വിട. സംസ്കാര ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള പ്രമുഖർ പങ്കെടുത്തു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് എല്ലാ മേഖലയിലും അതിശക്തവും അഭിമാനകരവുമായ പുരോഗതിയുണ്ടായെന്ന് 2026-27 വർഷത്തെ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചുകൊണ്ട് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ഇത് ന്യൂ നോർമൽ കേരളമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 5 വർഷത്തിൽ 1,27,747 കോടി രൂപയുടെ അധിക വരുമാനം തനത് നികുതി വരുമാനമായി സൃഷ്ടിക്കാൻ കഴിഞ്ഞെന്നും ധനമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞം അടിസ്ഥാന സൗകര്യ വികസനത്തിന് സ്ഥലം ഏറ്റെടുക്കലിനടക്കം 1000 കോടി കിൻഫ്രയിൽ നിക്ഷേപിക്കും. പ്രാരംഭ പ്രവർത്തനത്തിന് 100 കോടി വകയിരുത്തി. റാപ്പിഡ് എർത്ത് കോറിഡോറിന് 100 കോടി രൂപ വകയിരുത്തും. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ സ്മരണയ്ക്കായി തിരുവനന്തപുരത്ത് VS സെന്റർ സ്ഥാപിക്കാൻ 20 കോടി രൂപ വകയിരുത്തി. വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാന സർക്കാർ പുതുതായി കൊണ്ടുവരുന്ന തിരിച്ചറിയൽ രേഖയായ നേറ്റിവിറ്റി കാർഡിന് 20 കോടി രൂപ വകയിരുത്തി. മലയാളത്തിന് പ്രാധാന്യം നൽകുന്ന മലയാള ഭാഷാ മാതൃകാ ചലഞ്ചിന് 1 കോടി രൂപ നൽകും. ഷീ വർക്ക് സ്റ്റേഷനുകൾ നിർമ്മിക്കാൻ 20 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ഗിഗ് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ പ്രാരംഭ ചുവടുവയ്പായി തൊഴിലാളികൾക്ക് വിശ്രമിക്കുന്നതിനും മറ്റുമുള്ള സൗകര്യങ്ങൾക്കായി ഗിഗ് ഹബ് സ്ഥാപിക്കാൻ 20 കോടി രൂപ നൽകും. ഓട്ടോ തൊഴിലാളികൾക്കായി സ്മാർട്ട് മൈക്രോ ഹബ്ബുകൾ നിർമ്മിക്കും. ഇതിനായി 20 കോടി രൂപ മാറ്റിവച്ചു. ഓട്ടോറിക്ഷ, ടാക്സി ഡ്രൈവർമാർക്ക് കുറഞ്ഞ ചെലവിൽ അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്താനും തീരുമാനമായി. റോഡ് അപകടങ്ങളിൽ പെടുന്ന വ്യക്തികൾക്ക് ആദ്യ 5 ദിവസം സൗജന്യ ചികിത്സ നൽകും. ഇതിനായി 15 കോടി രൂപ മാറ്റിവെച്ചു. ഹരിതകർമ്മസേനയ്ക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കും. കാരുണ്യ പദ്ധതിയുടെ മാനദണ്ഡങ്ങൾക്ക് പുറത്തുള്ള കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കാൻ 50 കോടി രൂപ വകയിരുത്തി. ക്യാൻസർ, ലെപ്രസി പെൻഷൻ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കി. സൗജന്യ വിദ്യാഭ്യാസം ബിരുദതലം വരെ നൽകുന്ന ഒരു പദ്ധതി. സർ, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു പുതിയ പദ്ധതി പ്രഖ്യാപിക്കുകയാണ്. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കുകയാണ്. നിലവിൽ +2 വരെയുള്ള സൗജന്യ വിദ്യാഭ്യാസമാണ് സംസ്ഥാനത്തുണ്ടായിരുന്നത്. 1 മുതൽ 12 വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപകട ലൈഫ് ഇൻഷുറൻസിനായി 15 കോടി രൂപ അനുവദിച്ചു. ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് 27.21 കോടി നൽകും. ഉന്നതി ഓവർസീസ് പദ്ധതിയിലൂടെ വിദേശ പഠനത്തിനായി 1104 പേർ പോയിട്ടുണ്ട്. 607 സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിച്ചു. പ്രീ പ്രൈമറി അധ്യാപകരുടെ വേതനം 1000 രൂപ വർദ്ധിപ്പിച്ചു. സാക്ഷരതാ പ്രേരകമാർക്ക് പ്രതിമാസം 1000 രൂപയുടെ വർധനയും അനുവദിച്ചിട്ടുണ്ട്. വയനാട് ദുരന്തബാധിതർക്കുള്ള ആദ്യ ബാച്ച് വീട് ഫെബ്രുവരി 3-ാം വാരം കൈമാറും. MC റോഡ് വികസനം 1-ാം ഘട്ടത്തിന് 5217 കോടി രൂപ വകയിരുത്തി. ഒരു റിപ്പോർട്ട്. കിളിമാനൂർ, നിലമേൽ, ചടയമംഗലം, ആയൂർ, പന്തളം, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ ബൈപ്പാസുകൾ നിർമ്മിക്കും. പ്രതിരോധ ഗവേഷണ ഹബിന് 50 കോടി രൂപ അനുവദിച്ചു. ഓട്ടോ തൊഴിലാളികൾക്ക് പരിസ്ഥിതി സൗഹൃദ ഓട്ടോകൾ വാങ്ങാൻ 40,000 രൂപയുടെ ധനസഹായം നൽകും. ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കും ഇൻഷുറൻസ് ഉറപ്പാക്കും. മനുഷ്യ വന്യമൃഗ സംഘർഷ ലഘൂകരണത്തിന് 100 കോടി രൂപ അനുവദിച്ചു. വനവൽക്കരണത്തിന് 50 കോടി രൂപ വകയിരുത്തി. പഞ്ചായത്തുകളിൽ സ്ത്രീകളുടെ തൊഴിൽ പരിശീലനത്തിന് സ്കിൽ കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ 20 കോടി. സൗരോർജ്ജം സംഭരിച്ച് വിതരണം ചെയ്യാൻ പഞ്ചായത്തുകളിൽ പ്രത്യേക പദ്ധതി. ബ്ലൂ എക്കോണമിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് 10 കോടി രൂപ. സ്റ്റാർട്ടപ്പ് മേഖലയിൽ മുതിർന്ന പൌരന്മാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ 3 കോടി രൂപ. യുവജന ക്ലബ്ബുകൾക്ക് പ്രതിവർഷം 10,000 രൂപ നൽകുന്ന പദ്ധതിക്ക് 5 കോടി രൂപ നൽകുമെന്നും പ്രഖ്യാപനം. സംസ്ഥാനത്തെ പ്രധാന കേന്ദ്രങ്ങളിൽ കേരള കലാകേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ ആദ്യഘട്ടത്തിൽ 10 കോടി രൂപ നൽകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീളുന്ന റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം അതിവേഗ പാത നടപ്പാക്കുമെന്നും ധനമന്ത്രിയുടെ പ്രഖ്യാപനം. നഗര മെട്രോകളെ ബന്ധിപ്പിക്കുന്ന RRTS പദ്ധതി 4 ഘട്ടങ്ങളിലായി നടപ്പാക്കും. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് 100 കോടി രൂപ വകയിരുത്തി.
സർ, റീജിയണൽ റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം RRTS. സർ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അതിവേഗ യാത്രാ സൗകര്യം അനിവാര്യമാണ്. ഡൽഹി മീററ്റ് RRTS കോറിഡോർ മാതൃകയിൽ 4 ഘട്ടമായിട്ടാണ് കേരളത്തിൽ ഈ സംവിധാനം വിഭാവനം ചെയ്യുന്നത്. ഈ പദ്ധതിക്ക് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടി രൂപ അനുവദിക്കുന്നു. സംസ്ഥാനത്തിന്റെ തനത് നികുതി വരുമാനവും നികുതി ഇതര വരുമാനവും വർദ്ധിച്ചതായി ബജറ്റ് അവതരണത്തിൽ ധനമന്ത്രി പറഞ്ഞു. 221 പേജുകളുള്ള ബജറ്റിൽ സാമൂഹ്യ സുരക്ഷ, വിദ്യാഭ്യാസം, തൊഴിൽ മേഖല എന്നിവയ്ക്ക് പ്രാധാന്യം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. പ്രതീക്ഷിച്ചതുപോലെ കേന്ദ്ര സർക്കാരിന് എതിരെയുള്ള വിമർശനവും ക്ഷേമ പദ്ധതി വിഹിതം വർദ്ധിപ്പിക്കലും ധനമന്ത്രി KN ബാലഗോപാലിന്റെ ബജറ്റ് പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. കേന്ദ്രം അവഗണിക്കുന്നതായും GST വിഹിതം കുറക്കുന്നതായും കുറ്റപ്പെടുത്തിയ ധനമന്ത്രി കേന്ദ്ര സഹായം നേടിയെടുക്കുന്നതിൽ മറ്റു സംസ്ഥാനങ്ങളിൽ കാണുന്ന ഒത്തൊരുമ കേരളത്തിൽ ഇല്ലെന്ന സ്വയം വിമർശനവും നടത്തി. DA കുടിശ്ശിക പരിഹരിക്കും, വൈദ്യുത ഓട്ടോറിക്ഷ വാങ്ങാൻ 40,000 രൂപ സബ്സിഡി, പത്രപ്രവർത്തക പെൻഷൻ വർധനവ് തുടങ്ങിയ പ്രഖ്യാപനങ്ങളും 2 മണിക്കൂറിലേറെ നീണ്ടുനിന്ന ബജറ്റ് പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു. സംസ്ഥാനത്തെ അങ്കണവാടി വർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയും ഹെൽപ്പർമാരുടെ വേതനത്തിൽ 500 രൂപയുടെയും വർധനവ് വരുത്തുന്നതായി ധനമന്ത്രി KN ബാലഗോപാൽ. ആശാപ്രവർത്തകരുടെ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിച്ചു. പ്രീ പ്രൈമറി അധ്യാപകരുടെ വേതനവും 1000 രൂപ കൂട്ടി. സ്കൂൾ പാചക തൊഴിലാളികളുടെ വേതനത്തിൽ പ്രതിദിനം 25 രൂപയുടെ വർധനവ് വരുത്തുന്നതായും ധനമന്ത്രി പറഞ്ഞു. സാക്ഷരതാ പ്രേരക്മാരുടെ പ്രതിമാസ വേതനത്തിലും 1000 രൂപയുടെ വർധനവ് ഏർപ്പെടുത്തി. പത്രപ്രവർത്തക പെൻഷൻ 1500 രൂപ ഉയർത്തി. തദ്ദേശ സ്ഥാപനങ്ങളിലെ മുൻ ജനപ്രതിനിധികൾക്കായി ക്ഷേമനിധി. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ജനറൽ പർപ്പസ് ഫണ്ടായി 3236.76 കോടി. സംസ്ഥാന പദ്ധതി വിഹിതത്തിന്റെ 28.5% തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകും. 10,189 കോടിയാണ് ഇതിനായി വകയിരുത്തിയത്. കേരള ഖരമാലിന്യ സംസ്കരണത്തിനായി നഗര തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 160 കോടി രൂപ. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പണം കണ്ടെത്താൻ ലോക്കൽ ബോർഡ് ഓഫ് ഫിനാൻസ് രൂപീകരിക്കും. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 2 കോടി ഗ്യാപ് ഫണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാനും തീരുമാനം. കുട്ടനാട് പാക്കേജിന് 75 കോടി. കുട്ടനാട് വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് സമഗ്ര പദ്ധതി. ആദ്യഘട്ടത്തിന് 50 കോടി വകയിരുത്തി. നാളികേര മേഖലയിലെ വികസനത്തിന് പ്രത്യേക പദ്ധതി. നെൽകൃഷി വികസനം 150 കോടി. കേര പദ്ധതിക്കായി 100 കോടി രൂപ. മൃഗസംരക്ഷണത്തിന് 318 കോടി വകയിരുത്തി. മണ്ണ് സംരക്ഷണത്തിന് 84.21 കോടി. കാർഷിക സർവകലാശാലയ്ക്ക് 78 കോടി രൂപ. വിള ഇൻഷുറൻസ് പദ്ധതിക്ക് 33 കോടി രൂപയും വകയിരുത്തി. വ്യവസായ മേഖലയിൽ വലിയ മുന്നേറ്റം കൈവരിക്കാനായെന്ന് ധനമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് പുതുതായി 3,92,000 സംരംഭങ്ങൾ ആരംഭിച്ചു. IT കമ്പനികളുടെ എണ്ണം 650-ൽ നിന്നും 1,160 വർദ്ധിച്ചു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ കേരളം ഒന്നാമത്. 22,000 കോടി രൂപയുടെ നിക്ഷേപവും 7.5 ലക്ഷം തൊഴിലവസരങ്ങളും ഇതിലൂടെ സൃഷ്ടിച്ചു. വർക്ക് നിയർ ഹോം പദ്ധതി 200 കേന്ദ്രങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. അപൂർവ ധാതു ഇടനാഴിക്ക് 100 കോടി. പുതിയ IT നയം ഉടൻ പുറത്തിറക്കും. പ്രവാസി വ്യവസായ പാർക്കിന് 20 കോടി. കെ ഫോണിന് 112.44 കോടി. കെ സ്പേസിന് 57 കോടി. ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് 27.21 കോടി. വിഴിഞ്ഞം വികസനത്തിന് 1000 കോടിയും വകയിരുത്തി. അടുത്ത സാമ്പത്തിക വർഷത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി 14,500 കോടി രൂപ വകയിരുത്തി. സ്ത്രീ സുരക്ഷാ പെൻഷന് 3,820 കോടി. കണക്ട് സ്കോളർഷിപ്പിന് 400 കോടി. നികുതിദായകർക്ക് പുരസ്കാരം നൽകാൻ 5 കോടി രൂപയും വകയിരുത്തി. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിനായി പുതിയ കമ്മീഷനെ പ്രഖ്യാപിച്ചു. കമ്മീഷൻ 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക പൂർണ്ണമായും നൽകുമെന്നും ബജറ്റിൽ പ്രഖ്യാപനം. ഏപ്രിൽ മുതൽ അഷ്വേഡ് പെൻഷൻ രീതിയിലേക്ക് മാറും. ശമ്പളത്തിന്റെ 50% തുക ഉറപ്പാക്കും. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക നൽകാനും നടപടി. വിരമിച്ച സർക്കാർ ജീവനക്കാർക്കും സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും മെഡിസെപ് മാതൃകയിൽ പുതിയ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി. കഴിഞ്ഞ 4 വർഷം കൊണ്ട് 1,45,586 പേർക്ക് PSC വഴി നിയമനം നൽകിയിട്ടുണ്ട്. 1,82,972 കോടി രൂപയുടെ റവന്യൂ വരവ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ധനമന്ത്രി KN ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചത്. 2,17,558 കോടി രൂപയാണ് അടുത്ത സാമ്പത്തിക വർഷത്തിൽ മൊത്തം റവന്യൂ ചെലവ് കണക്കാക്കിയിരിക്കുന്നത്. 34,586 കോടി രൂപയാണ് റവന്യൂ കമ്മി. 51,378 കോടിയുടെ പൊതുകടവും 19,384 കോടിയുടെ മൂലധന ചെലവുമാണ് 2026-27 സാമ്പത്തിക വർഷത്തിൽ കണക്കാക്കിയിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ഇന്ത്യയുടെ ജനാധിപത്യവും ജനശക്തിയും ലോകത്തിനാകെ പ്രതീക്ഷ പകരുന്നതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം 140 കോടി ജനങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രതിഫലനമാണെന്നും അദ്ദേഹം പറഞ്ഞു. 2047ഓടെ വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് അടുത്ത 25 വർഷം നിർണായകമാണെന്നും പാർലമെന്റ് ഹൌസ് സമുച്ചയത്തിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി വ്യക്തമാക്കി. विकसित भारत के लक्ष्य को प्राप्त करने के लिए ये महत्वपूर्ण 25 वर्ष का दौर आरंभ हो रहा है और इस शताब्दी की दूसरे क्वार्टर का ये पहला बजट आ रहा है और वित्त मंत्री निर्मला जी देश की पहली वित्त मंत्री ऐसी है, महिला वित्त मंत्री ऐसी है जो लगातार 9वीं बार देश के संसद में बजट प्रस्तुत करने जा रही है. 2025-26 സാമ്പത്തിക സർവേ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ലോക്സഭയുടെ മേശപ്പുറത്ത് വെച്ചു. ശേഷം ലോക്സഭ പിരിഞ്ഞു. ഫെബ്രുവരി 1 ഞായറാഴ്ചയാണ് കേന്ദ്ര ബജറ്റ്. ചരിത്രത്തിൽ ആദ്യമായാണ് ഞായറാഴ്ച കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത്. ലോക കേരള സഭയുടെ 5ാം സമ്മേളനത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഞായറാഴ്ച വരെയാണ് സമ്മേളനം. 125 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുക്കും. 7ാമത് ഇന്ത്യ ഇന്റർനാഷണൽ കടൽപ്പായൽ ഉച്ചകോടിയും പ്രദർശനവും ഇന്ന് കൊച്ചിയിൽ ആരംഭിക്കും. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന 2 ദിവസത്തെ ഉച്ചകോടി കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന് വിട. സംസ്കാര ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള പ്രമുഖർ പങ്കെടുത്തു. ജന്മനാടായ ബാരാമതിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ക്വാർട്ടർ ഫൈനൽ ബർത്ത് ഉറപ്പിക്കാൻ ലക്ഷ്യമിട്ട് കേരളം ഇന്നിറങ്ങുന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിക്കുന്ന ഗ്രൂപ്പ് തല മത്സരത്തിൽ മേഘാലയയാണ് എതിരാളികൾ. വിശദാംശങ്ങളുമായി ആകാശവാണിക്ക് വേണ്ടി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു. ബി ഗ്രൂപ്പിൽ നിന്ന് ഒന്നാമതായി നോക്കൌട്ടിലേക്ക് മുന്നേറാൻ കേരളത്തിന് ഇന്ന് മേഘാലയക്കെതിരെയുള്ള മത്സരത്തിൽ ജയം അനിവാര്യമാണ്. 4ാം അംഗത്തിനിറങ്ങുന്ന ഇരു ടീമുകളും തോൽവി അറിയാത്തവരാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം കടുക്കുമെന്ന് ഉറപ്പാണ്. 3 മത്സരങ്ങളിൽ നിന്ന് 2 ജയവും 1 സമനിലയുമാണ് കേരളത്തിനുള്ളതെങ്കിൽ 2 സമനിലയും 1 ജയവുമാണ് വടക്കുകിഴക്കൻ കരുത്തരായ മേഘാലയ നേടിയത്. സമനിലയിലായാലും കേരളത്തിന് ക്വാർട്ടർ പ്രവേശനം ഉറപ്പിക്കാം. പക്ഷേ ക്വാർട്ടറിൽ എതിരാളികളെ തീരുമാനിക്കുന്നതിൽ നിർണായകമായതിനാൽ ജയം നേടി സുരക്ഷിതരാകാനാവും 2 ടീമുകൾ ശ്രമിക്കുക. പഞ്ചാബിനെതിരെ പുറത്തെടുത്ത പോരാട്ടവീര്യം തുടർന്നുള്ള മത്സരങ്ങളിൽ കേരളത്തിന് കൈമോശം വന്നിട്ടുണ്ട്. പ്രതിരോധത്തിലെ പാളിച്ചകൾ എതിരാളികൾക്ക് എളുപ്പത്തിൽ ഗോളവസരം ഒരുക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ഒത്തിണക്കമില്ലാതെ പോകുന്നത് ആക്രമണങ്ങളുടെ മൂർച്ചയും കുറയ്ക്കുന്നുണ്ട്. ഇന്ത്യ ന്യൂസിലൻഡ് 5ാം T20 മത്സരം ശനിയാഴ്ച കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. മത്സരത്തിനായി ഇരു ടീമുകളും ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്തെത്തും. സമൂഹത്തിനും രാജ്യത്തിനും സംഭാവന നൽകാൻ യുവജനങ്ങളെ പ്രാപ്തരാക്കുന്നതായിരിക്കണം വിദ്യാഭ്യാസമെന്ന് ഇന്ത്യയുടെ മിസൈൽ വനിത ടെസ്സി തോമസ്. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ ബിരുദ സമർപ്പണ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ. സാങ്കേതിക വിദ്യകൾ ധാർമ്മികതയോടെ ഉപയോഗിക്കണമെന്നും ശ്രീമതി ടെസ്സി തോമസ് പറഞ്ഞു. കണ്ണൂർ വളപട്ടണത്തിന് സമീപം കീരിയാട് പ്ലൈവുഡ് ഫാക്ടറിയിൽ വൻ തീപിടുത്തം. ഇന്ന് രാവിലെയാണ് തീപിടിച്ചത്. കണ്ണൂരിൽ നിന്നും തലശ്ശേരി, തളിപ്പറമ്പ് എന്നിവിടങ്ങളിൽ നിന്നുമായി ഫയർ യൂണിറ്റുകൾ തീ നിയന്ത്രണ വിധേയമാക്കി. ദേശീയ മാതൃകാ യുവജന ഗ്രാമസഭ പുരസ്കാരങ്ങൾ കേന്ദ്ര സഹമന്ത്രി SP സിംഗ് ബാഗേൽ വിതരണം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് താഴെത്തട്ടിലെ ജനാധിപത്യത്തെ നേരിട്ട് അനുഭവിച്ച് മനസ്സിലാക്കാനുള്ള അവസരം നൽകുന്നതിലൂടെ പൌരവിദ്യാഭ്യാസത്തിൽ വലിയൊരു മാറ്റത്തിന് മാതൃകാ യുവജന ഗ്രാമസഭ വഴിയൊരുക്കുന്നുവെന്ന് ഇന്നലെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികൾ, അധ്യാപകർ, പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ജവഹർ നവോദയ വിദ്യാലയ വിഭാഗത്തിൽ കേരളത്തിൽ നിന്ന് കണ്ണൂർ ജവഹർ നവോദയ വിദ്യാലയത്തിന് 2ാം സ്ഥാനം ലഭിച്ചു. ഹിമാചൽ പ്രദേശിലെ JNVക്കാണ് 1ാം സ്ഥാനം. ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ വിഭാഗത്തിൽ 1ാം സ്ഥാനം ഛത്തീസ്ഗഡ് EMRSനാണ്. 1ാം സ്ഥാനത്തിന് 1 കോടി രൂപയും 2ാം സ്ഥാനത്തിന് 75 ലക്ഷം രൂപയും 3ാം സ്ഥാനത്തിന് 50 ലക്ഷം രൂപയും വീതം പുരസ്കാരത്തുക വിജയികളായ സ്കൂളുകൾക്ക് നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇത് ന്യൂ നോർമൽ കേരളം എന്ന പ്രഖ്യാപനവുമായി ധനമന്ത്രി KN ബാലഗോപാൽ 2026-27 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. ആശാപ്രവർത്തകർക്ക് വേതന വർധന, നെൽകൃഷി വികസനത്തിന് 150 കോടി. വയനാട് പുനരധിവാസ പദ്ധതി പ്രകാരമുള്ള ആദ്യ ബാച്ച് വീടുകൾ ഫെബ്രുവരി 3ാം വാരം കൈമാറും. വയോജന സംരക്ഷണത്തിന് എൽഡർലി ബജറ്റ്. റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് ആദ്യ 5 ദിവസം സൌജന്യ ചികിത്സ. വിഴിഞ്ഞത്തിനും അതിവേഗ റെയിൽ പാതയ്ക്കും 100 കോടി രൂപ വീതം. MC റോഡ് വികസനത്തിന് 5317 കോടി. ബിരുദതലം വരെ പഠനം സൌജന്യം. വർക്ക് നിയർ ഹോം പദ്ധതി 200 കേന്ദ്രങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിച്ചു. DA കുടിശ്ശികയുടെ ആദ്യ ഗഡു അടുത്ത മാസം. സർക്കാർ ജീവനക്കാർക്ക് അഷ്വേർഡ് പെൻഷൻ നടപ്പാക്കും. 2025-26 സാമ്പത്തിക സർവേ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ലോക്സഭയുടെ മേശപ്പുറത്ത് വെച്ചു.
മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന് വിട. സംസ്കാര ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള പ്രമുഖർ പങ്കെടുത്തു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.